Hi friends, welcome back to our channel. ഗാർഡൻ മേക്ക് ഓവറിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മളിതാ ഇത്ര വരെയാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഒരു ഒഴുകി വരുന്ന ഒരു ചെടി മാത്രമാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ നല്ലപോലെ വളർന്നിട്ടുണ്ട്. ഒരു 3 ആഴ്ച കഴിഞ്ഞിട്ടുള്ള കാഴ്ച കേട്ടത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്കത് മുഴുവനാക്കാൻ കഴിയാഞ്ഞത് ഇവിടെ പെയിൻറ്റിങ് നടക്കുമായിരുന്നു. കണ്ടപ്പോൾ മതിലൊക്കെ പെയിൻ്റ് അടിച്ച് അത് കഴിഞ്ഞേക്കന്നെ 2 ദിവസം കഴിഞ്ഞേക്ക് മഴ പെയ്തപ്പോൾ ഫുള്ള് ചളിയൊക്കെ തെറിച്ച് ആകെ കേടായിട്ടിരിക്കുകയാണ്. ഇനി അതെല്ലാം നമുക്ക് ഇവിടെ ഫുള്ള് സെറ്റാക്കിയതിന് ശേഷം അതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇനി അടുത്ത പരിപാടി ഇവിടെയൊക്കെ ഒരു ബോക്സ് ആക്കിയിട്ട് കുറച്ച് ചെടിയും കൂടി വെക്കാനുള്ളൊരു ഇതും കൂടി ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാന്നുള്ളത് കാണിക്കാം. അപ്പോൾ ഈ ഒരു ഭാഗവും ഉണ്ട് ചെയ്യാൻ. അതിൻ്റെ ആ ലാസ്റ്റ് എൻഡിൽ പിന്നെ നമ്മൾ ഓൾറെഡി അവിടെ ചെടി വെച്ചതായിരുന്നു. അപ്പോൾ ആ ചെടി നമ്മൾ കളയണില്ല. അതായത് ഇത് കളയാതെ തന്നെ അവിടെ തന്നെ നിലനിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെയും കുറച്ച് ഭാഗങ്ങൾ തിക്കായിട്ട് വരാനുണ്ട്. അവിടേക്ക് കുറച്ചും കൂടി നട്ടു കൊടുക്കണം. ഈ ഒരു മൂല മാത്രമേ ഉള്ളൂ ഫില്ലായിട്ട് വരാനുള്ളത്. അപ്പോൾ അതാ ഈ ഒരു കൂടുതലായിട്ടുള്ള ഭാഗം ഇങ്ങനെ ഒരു എസ് പോലെ വളഞ്ഞു പോണ ആയിട്ടാണല്ലോ നമ്മളത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ചില ഭാഗങ്ങൾ നല്ലപോലെ വീതിയുള്ള ഭാഗവും വീതിയില്ലാത്ത ഭാഗമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിലെ ഈ വീതിയുള്ള ഭാഗത്ത് ഓരോ ബോക്സ് ആക്കിയിട്ട് തിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോണത്. എന്നിട്ട് ആ ബോക്സിൽ ചെടി വെക്കാനുള്ളത്. അപ്പോൾ ഈ ബോക്സ് ആക്കി തിരിക്കുന്നതും പുഴങ്കല്ല് വെച്ചിട്ട് തന്നെ കേട്ടോ. ആ പുഴങ്കല്ല് വെച്ചിട്ട് തിരിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇവിടെ കണ്ടോ, അപ്പോൾ മണ്ണ് ഇട്ട മണ്ണാണ്, എന്നാൽ പോലും നല്ല പോലെ തറച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ചെടി നട്ട് കഴിഞ്ഞാൽ ആ ചെടിക്ക് വേര് പോകാനോ അതിനൊന്നും കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, അതിൽ നിന്ന് കുറച്ച് മണ്ണ് നമ്മൾ കോരിയെടുത്തിട്ട് പിന്നെ നല്ല മണ്ണും ചകിരിച്ചോറും ഒക്കെ ഇട്ട് ഇളക്കിയതിന് ശേഷമാണ് ഇവിടെ ഫില്ല് ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ മണ്ണൊക്കെ ഒന്ന് കോരി ഒഴിവാക്കി കളയാം. അപ്പോൾ തറഞ്ഞ് കിടന്നിരുന്ന മണ്ണൊക്കെ എടുത്ത് ഒഴിവാക്കി നല്ല കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി അതിക്ക് കുറച്ച് ചകിരിച്ചോറും കൂടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. നല്ലപോലെ വെള്ളം വാർന്നു പോണ രീതിയിൽ പിന്നെ വേരൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ലപോലെ സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അത് ചകിരിച്ചോറ് കുറച്ചിട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇളക്കി റെഡിയാക്കിയാണ്ട് നമുക്കതിൻ്റെ ബാക്കിയുള്ള ഭാഗത്തുകൂടെ ഇതേപോലെ കള്ളികൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഒരു ചതുരത്തിലാണ് ഞാനിത് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ടിലോ അങ്ങനെയൊക്കെ വേണമെങ്കിലും ഇത് സെറ്റ് ചെയ്യാം. അപ്പോൾ മണ്ണൊക്കെ നല്ലപോലെ സെറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ എഡ്ജിലൂടെ പുഴങ്കല്ല് വെച്ചാണ്ട് ഒന്നും കൂടി ഭംഗിയാക്കിയെടുക്കാം. അപ്പോൾ അതാ ഇക്കെ പുഴങ്കല്ല് കൊടുന്ന് വെച്ചിരുന്നുണ്ട്. ഇക്ക് മക്കളൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ. അവരൊക്കെ കൂടിയിട്ടാണ് ഇത് സെറ്റ് ചെയ്യണത്. അപ്പോൾ അതാ ഒരു റൗണ്ട് നമ്മളങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു റൗണ്ടും കൂടി വെക്കാമെന്ന് കരുതി, എന്നാലും കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുള്ളൂ. ഇത് ചെറിയ കല്ലൊക്കെ ആയതുകൊണ്ട് ഒരു റൗണ്ടും കൂടി നമ്മൾ അതിൻ്റെ ചുറ്റോറം വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതും കൂടി ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു റൗണ്ട് നമ്മൾ ചെയ്തെടുത്ത് കഴിഞ്ഞു. അതായത് ഒരു കള്ളി ഫുള്ളായിട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതേപോലെ തന്നെ അതിൻ്റെ അടുത്ത ഭാഗത്തും ഇതുപോലെ കള്ളി തിരിച്ചാണ്ട് ഇതേപോലെ തന്നെ ബോക്സുകൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 4 ബോക്സുകൾ ഞങ്ങൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഓരോ ഭാഗത്തായിട്ട്. അപ്പോൾ അത് ഓരോന്നിങ്ങനെ കാണിക്കാം.
അപ്പോൾ എല്ലാ കള്ളികളും ഇങ്ങനെ ചെയ്തെടുക്കണമെന്ന് ഞാൻ കാണിക്കണില്ല കേട്ടോ. അതൊക്കെ ഒരേപോലെ തന്നെയാണ്. അതിലത്തെ മണ്ണൊക്കെ മാറ്റി ചകിരിച്ചോറും മണ്ണും കൂട്ടി ഇളക്കിയിട്ട് ഈ പെബിൾസ് വെച്ചാണ്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ അത് അങ്ങനെ 3 എണ്ണം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്നുകൂടെ ചെയ്യാൻ ഇവിടെ ബാക്കിയുണ്ട്. അപ്പോൾ അവിടെയാണ് ആ പെബിൾസ് കിടക്കുന്നത്. അപ്പോൾ അത് അവിടുന്ന് മാറ്റിയണ്ടോ ഇതാ ഇവിടുത്തെ ഈ പെബിൾസ് മാറ്റിയതിന് ശേഷം അവിടെ ഒരു കള്ളിയും കൂടി ഉണ്ടാക്കണം. അപ്പോൾ അതിന് അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകണം. അതാദ്യം ചെയ്തെടുക്കാം നമുക്ക്. ഇവിടെ നമ്മളൊരു റൗണ്ട് ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ റൗണ്ടിൻ്റെ നടുവിൽ മെറ്റലാണ് ഇടുന്നത്. അപ്പോൾ ഇതിവിടെ കുറച്ച് പഴയ മെറ്റൽ ബാക്കി ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ട് അതിൻ്റെ നടുവിൽ സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ചുറ്റോറം പെബിൾസ് വെച്ചുകൊണ്ട് റെഡിയാക്കാമെന്നാണ് കരുതിയിരുന്നത്. അപ്പോൾ അതിന് ശേഷം അവിടെ കുറച്ച് പുല്ല് കൂടെ പൊടിപ്പിച്ച് കൊടുക്കണം. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ബാക്കി നമുക്കത് ചെയ്തെടുത്തിട്ട് കാണാം. അപ്പോൾ നമ്മളിവിടെ പെബിൾസ് നിരത്തിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം പെബിൾസൊക്കെ കഴിയാനായിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള ബാക്കിയുള്ള വൈറ്റും അതിൻ്റെ കൂട്ടത്തിൽ ബ്ലാക്കൊക്കെ കൂട്ടിയിട്ട് തന്നെയാണ് വെക്കണത്. അങ്ങനെ കൃത്യമായിട്ടൊരു ഓർഡറിലൊന്നും അല്ല. അപ്പോൾ അങ്ങനെ അത് നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ പെബിൾസ് ഒരു റൗണ്ട് നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്കിയുള്ള ഭാഗത്തൊന്ന് മണ്ണൊക്കെ ഇളക്കിയാണ്ട് ഇതേപോലെ ചകിരിച്ചോറും ഇതൊക്കെ ഇട്ടാണ്ട് ഒന്ന് റെഡിയാക്കി എടുക്കണം. അവിടെ നമുക്ക് ചെടി വെക്കാനുള്ളതാണ്. അതും റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ചെടി വെക്കാനുള്ള ഒരു ഭാഗം ഒഴിവാക്കിയതിന് ശേഷമാണ് അടുത്ത റൗണ്ട് ചെയ്യാൻ പോണത്. അപ്പോൾ അത് അടുത്ത റൗണ്ട് പെബിൾസ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആ റൗണ്ടിൻ്റെ ഉള്ളിലാണ് നമ്മൾ ചെടി നടാൻ കരുതിയിട്ടുള്ളത്. ബാക്കി ഭാഗങ്ങളെ നമ്മൾ വീണ്ടും മെറ്റൽസ് ഇതൊക്കെ ഇട്ടാണ്ട് നിറക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ 2 റൗണ്ടും വെച്ച് കഴിഞ്ഞു. ഇനി അതിൻ്റെ ഇടയിലുള്ള ഭാഗത്ത് കുറച്ച് ചകിരിച്ചോറ് ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. ആ ചകിരിച്ചോറൊക്കെ ഇട്ടൊന്ന് ഇളക്കി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്.
ഏകദേശം നമ്മളെ ഒരുവിധമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ബോക്സുകളും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു സൈഡിൽ 4 ബോക്സുകളും അങ്ങേ ഭാഗത്ത് ഒരു റൗണ്ടുമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ അപ്പോൾ കാണിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗത്തൊക്കെ മെറ്റൽസ് ഉപയോഗിച്ചാണ് നിറക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. കേട്ടോ അത് മെറ്റൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ചെടി ഫുള്ളാക്കിയാണ്ട് പുല്ല് വെക്കാൻ പറ്റില്ല. ഇവിടെ ഒരു പ്രാവശ്യം ഞങ്ങൾ പുല്ല് വെച്ചതായിരുന്നു. അപ്പോൾ ആ പുല്ലിട്ടിട്ട് കാനൽത്തുള്ളികളൊക്കെ ചാടി പിന്നെ വെള്ളമൊക്കെ നിന്ന് ചീഞ്ഞു പോയി. അപ്പോൾ അത് ഭയങ്കര നഷ്ടമാണ്. അത്രയും റേറ്റ് കൊടുത്തുകൊണ്ട് അതൊക്കെ ഉണ്ടാക്കിയിട്ട് അത് ഒന്നിനും ഉപകാരപ്പെടാൻ കഴിയാതെ എന്നാൽ ഭയങ്കര നഷ്ടമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളിവിടെ ഒരു മെറ്റൽ എന്നുള്ളൊരു ഓപ്ഷൻ എടുത്തത്. പിന്നെ അതിൻ്റെ ബാക്കിയുള്ള ഭാഗത്തൊക്കെ നമുക്ക് വേറെ എന്തെങ്കിലും ചെടി ചട്ടിയിലൊക്കെ വെക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ മെറ്റൽ ഇടുന്നത്. അപ്പോൾ ഞങ്ങൾ മെറ്റൽസൊക്കെ ഒരുവിധം എല്ലായിടത്തും ഫില്ല് ചെയ്ത് വന്നിട്ടുണ്ട്. നല്ല തിക്കായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. മണ്ണൊന്നും കാണാത്ത രീതിയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വെയിലൊക്കെ വന്നു തുടങ്ങി കേട്ടോ. രാവിലെയാണ് ഞങ്ങൾ ഈ പണി നടത്തുന്നത്. അപ്പോൾ അത് ഏകദേശം നമ്മളെല്ലാ പണികളും തീർന്നിട്ടുണ്ട്. മെറ്റലൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ടാണ്. എന്നാൽ തന്നെ അത്യാവശ്യം ലെങ്ത് ഉണ്ട്. അപ്പോൾ ഇനി അടുത്തതിൻ്റെ ബാക്കി ആ ഓരോ ബോക്സിലും ചെടികൾ വെക്കാനുണ്ട്. അതേപോലെ തന്നെ അവിടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു ചെരിഞ്ഞ് വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെയും മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് അതിൽ കുറച്ച് ചെടികൾ വെക്കാണ്ട് ഇതിൻ്റെ ഈ റൗണ്ടിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാണ്ട് അങ്ങനെയുള്ള കുറച്ച് പണികൾ കൂടി ബാക്കിയുണ്ട്. അത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വിടുന്നതാണ്. ഇതുപോലെ കാട് പിടിച്ചിട്ട് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല അടിപൊളിയാണ് കാണാൻ. ഇതിൻ്റെ പാർട്ട് 1 കാണാത്തവർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതിൻ്റെ ലിങ്ക്. അത് പോയി കാണണം. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് പാർട്ടുമായിട്ട് തന്നെ വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.